കനക ആ ആ ഇതെന്ത് ഇത് യൂണിഫോം ഒന്നിട്ടില്ലേ പോണ്ടേ? ഞാൻ ഇന്നില്ല. അത് ശരി, എവിടെ പോണത്? ഇത് കല്യാണല്ലേ? അത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, നിനക്ക് ഓർമ്മയില്ലാണ്ടാണ്. അത് ശരി. എന്നാ ഒരു പണിയെ ലീവ് ഒരെണ്ണം വിളിച്ചു പറഞ്ഞേര്. ഏട് ഞാൻ വിളിക്കാം, നീ കൂടെ ഒന്ന് പറഞ്ഞോ. ശരി എന്നാ. അതെ, എന്റെ മുല്ലപ്പൂ എന്താ കിട്ടാഞ്ഞേ? ഏത് മുല്ലപ്പൂ? ഏത് മുല്ലപ്പൂന്നോ? എടാ മുല്ലപ്പൂ അന്വേഷിച്ചു പോയില്ലേ നമ്മള്? എപ്പാ എടാ മുല്ലപ്പൂ അന്വേഷിച്ച് നമ്മള് രാവിലെ കറങ്ങിയില്ലേ അതിലൊക്കെ? ഞങ്ങള് രാവിലെ മുല്ലപ്പൂ അന്വേഷിച്ച് കറങ്ങി. എന്നിട്ട് എന്താ കിട്ടാതെ? എന്താ കിട്ടാഞ്ഞ? കിട്ടിയില്ല. അത് കടയിലില്ലല്ലോ. ഇല്ലല്ല, കടയില്ല, മുല്ലപ്പൂ ഇല്ല. കടയിലില്ലാതെ ഇന്നലെ ലോഡ് വന്നില്ല. ഇന്നലെ ലോഡ് വന്നില്ല. ഇവിടെ മാത്രം ലോഡ് വരാത്തെ? അത് തമിഴ്നാട്ടിൽ മഴ പെയ്തിട്ട് ഇത് ചീഞ്ഞു പോണെന്ന് എന്തോ പറഞ്ഞത്. ആരും ഇപ്പൊ വെക്കാറില്ലല്ലോ. അവിടെ സമരാണ്. സമരം. ഏതെങ്കിലും ഒന്ന് പറ. സമരം. ഈ അമ്പലത്തിന്റെ അവിടുത്തെ കടയിലില്ലേ? അമ്പലത്തിന്റെ അവിടെ കടയിലില്ലേ? അമ്പലത്തിന്റെ അവിടെ അമ്പലം എവിടെയൊക്കെ പോയി അന്വേഷിച്ചല്ലോ, ഒരു സ്ഥലത്തും ഇല്ല. ഈ പരിസരത്തെങ്ങും ഇല്ല. ഇപ്പൊ ഒന്ന് പോയി നോക്കണ്ടാവും. എന്റെ ജമന്തി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ പിന്നെ വിശ്വാസമില്ലാത്തത്? അപ്പൊ പോണ വഴി എവിടെയെങ്കിലും കണ്ടാ മേടിക്കണം. പോണ വഴി കണ്ടെങ്കിൽ വാങ്ങാം. കണ്ടാ മേടിക്കാവുന്നില്ല, ഞാൻ മേടിച്ചോണ്ട്. ഞാനാണെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്ത് പറ്റി? പത്രം വായിച്ചില്ലേ നീ? ഇല്ല. പത്രത്തിലേ ഒരു അമ്മായിയമ്മനെ കൊല്ലാൻ മരുമോള് ഗ്യാസ് തുറന്നിട്ടെന്ന്. എന്നിട്ട് വീട്ടില് രാവിലെ ഒരു ഗ്യാസിന്റെ മണമുണ്ട്. ഉമ്മാനെ കൊല്ലാൻ വേണ്ടി അവള് തുറന്നിട്ടെന്ന് പറഞ്ഞ് തുടങ്ങി യുദ്ധം. എന്നിട്ടെന്തായി? എന്നിട്ടെന്ത്, സാധാരണ പോലെ തന്നെ അവള് പെട്ടിയും പ്രമാണം എടുത്ത് വീട്ടിലൊക്കെ പോയി. ഇനി ഒരു കോംപ്രമൈസ് ഒക്കെ നടത്തി വിളിച്ചോണ്ട് തന്നെ. ശരിയെന്നാ. അമ്മയെ വിളിക്കുന്നത് പോയി വിളിക്ക്. നീ എന്തിനാ ഫാസിലിനോട് മുല്ലപ്പൂ? ഏട്ടനല്ലേ പറഞ്ഞ ഫാസിലിനെ കൊണ്ടാ മുല്ലപ്പൂ മേടിക്കാൻ പോയെന്ന്. അപ്പൊ നിനക്കെന്താ ഞാൻ പറഞ്ഞത് തീരെ വിശ്വാസമില്ല? ഒട്ടും വിശ്വാസമില്ല. ഇപ്പോഴും എനിക്ക് അത്ര വിശ്വാസം ആയിട്ടില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വിശ്വസിക്കണ്ട. വേണ്ട. സുന്ദരിയായിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ടടാ. ഏതാണ് ഉടുപ്പ്? പുതിയ ഉടുപ്പ്. അതെ, ഇതേപോലത്തെ ഒരു ഷാളും കൂടെ വേണം. കിട്ടിയില്ല, അവിടെ ഇല്ലായിരുന്നു, കിട്ടിയില്ല. ആണോ? തക്കളി, ഇത് എവിടുന്നാ മുല്ലപ്പൂ? മുല്ലപ്പൂ ഡാഡി ഉണ്ടെന്ന്. ഡാഡിയോ? ഡാഡിക്ക് എവിടുന്ന്? തമിഴ്നാട്ടിൽ പോയി മേടിച്ചു. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ 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 ഞാൻ നിങ്ങളോട് അപ്പഴേ പറഞ്ഞല്ലേ അമ്പലത്തിന്റെ അവിടെ ഉണ്ടാവും. അമ്പലത്തിന്റെ അവിടെ അല്ല, ഈ പരിസരത്തെ മുല്ലപ്പൂവില്ല. പിന്നെയാണ് ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് കൊറേ ഉണ്ട് വില്ല്. കണ്ടോ, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ? അല്ല ജമന്തി, അവൻ എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നായിരിക്കുന്നു. എന്റെ ഡാഡിയെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ മാമ, പ്ലീസ്. അല്ലാതെ അവൻ എവിടുന്ന് മുല്ലപ്പൂവ്? മുമ്പിന് എവിടുന്ന് ഉണ്ടാക്കിയെടുത്തു കൃത്യമായിട്ട്. നിങ്ങൾ എന്നെ പറ്റിക്കണതാ എനിക്കറിയാം. ഞാൻ വന്നില്ല, നിങ്ങൾ പൊക്കോ. എവിടെയെന്ന് വെച്ചാൽ പൊക്കോ. കളിക്കാൻ ഇല്ല, ഞാൻ വന്നില്ല. എന്തിനാ ദൂരണേ? ഞാൻ വരണില്ല, അത് തന്നെ. ജമന്തി, മുല്ലപ്പൂ നമുക്ക് മേടിക്കാം. ഇനി പോണ വഴിക്ക് എവിടുന്നേലും വാങ്ങിക്കാന്ന്. നിങ്ങൾ എന്നെ പറ്റിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ വരണില്ല. എന്ത് ഞാൻ പറ്റിച്ചാ നീ പറയണേ? ഇല്ല, ഞാൻ വന്നില്ല. എനിക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? അമ്മ ഇത് അവള് വരുന്നില്ല കല്യാണത്തിന്. എന്താ അമ്മേ, ഞാൻ കുറച്ച് മുല്ലപ്പൂ മേടിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇങ്ങേര് പറയണ ലോകത്തെങ്ങും മുല്ലപ്പൂ ഇല്ലെന്ന്. അതെ, മുല്ലപ്പൂവ് കിട്ടാത്തോണ്ടാണ് വാങ്ങിക്കാത്തതെന്ന് പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ഏട്ടാ, പിന്നെ നിങ്ങൾ കള്ളത്തരം പറയരുത്. ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലേ സ്വന്തം ഭാര്യയോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മേ കിലോയ്ക്ക് 1000 രൂപയായിട്ട് മുല്ലപ്പൂ മേടിച്ചു കൊടുത്തത്. എന്നാ പിന്നെ അതിന്ന് പോയിട്ട് ഒരു ഇത്തിരി വാങ്ങിച്ചോടി, ഈ പ്രശ്നം തീരില്ലേ? അയ്യോ, ഇനി ഞാൻ അവിടെ പോയി ഇറക്കണം. എന്റെ ഭർത്താവ് കഴിവ് കെട്ടവനായതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വന്നില്ല, അത്രേ ഉള്ളൂ. അഹങ്കാരം പാടില്ല. നീ ഒരു പെണ്ണാണെന്ന് ആലോചിക്കണം കേട്ടോ. എനിക്ക് അഹങ്കാരം. ജമന്തി, അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കല്യാണത്തിന് വരൂല, നിങ്ങൾ പോയിക്കോ. ഇത് ഒരു മുല്ലപ്പൂവിന്റെ കേസല്ലേ? അത് വാങ്ങിക്കാന്ന് പറഞ്ഞാണ് നിന്നോട്. നീ ഒരു കാര്യം ചെയ്യ്, ഓരോരുത്തരി പൂഞ്ഞ് വാങ്ങിച്ചോണ്ട്. എനിക്ക് സൗകര്യമില്ല, ഞാൻ വാങ്ങിക്കണം. എന്താ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റസിന്റെ അടുത്ത് എന്നിത്തിരി പൂഞ്ഞ് വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ ഇനി ഇവൾക്ക് മുല്ലപ്പൂവിന് ഞാൻ ക്ലീറ്റസിന്റെ അടുത്ത് പോണ്ടേ? നിങ്ങൾ ആരും അങ്ങ് പോണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊരു സമാധാനം വേണ്ടേ? പോയി. ജമന്തി, തങ്കം, ഇങ്ങോട്ട് വന്നേ. പറയാമേ, ഞാൻ റെഡിയായി. ഒരു ഇത്തിരി പൂ താടി ജമന്തിക്ക് കൊടുക്കുക. അവൾക്ക് പൂ കിട്ടിയില്ലെന്ന് പറഞ്ഞു അവിടെ കിടന്ന് തുള്ളുന്നു. ഇതിങ്ങനെ അവള് തുള്ളിക്കോട്ടേട്ടാ, അവൾക്ക് കൊടുക്കാൻ ഇവിടെ പൂവില്ല. എഴി നിന്റെ കൂടെ വരുന്ന ഇച്ചിരി പൂ കൂടെ കൊടുക്ക്. കനകനാണെങ്കിൽ ഇനി അവൾ പറയാനൊന്നുമില്ല, പൂ കിട്ടി വാങ്ങിച്ചോണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഇതെന്തൊരു കഷ്ടം, അത് ഇവിടെ എവിടെ പൂ ഇരുന്നിട്ടാ? അല്ല, തക്കളിമോള് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പൂ ഇരിക്കുന്നെന്ന്. തക്കിളിമോള് പറഞ്ഞ പോവാ ഇത് ഞാൻ തല വെക്കണ്ടേ? അല്ല, വേറെ അകത്തിരിപ്പോട്ടെന്ന് അവള് പറഞ്ഞിട്ട്. വേറെ അകത്തൊന്നുമില്ല, ഇതേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ അമ്മ ഇപ്പോ? മരുമോക്ക് പൂ ചോദിച്ചോണ്ട് വന്നേക്കുക.
അങ്ങനെയാണോ പറയേണ്ടത്? നിന്റെ കൂടെ അല്ലേ അവള് വരുന്നത്? അപ്പൊ എല്ലാം കൂടെ ഒരുപോലെ പോണ്ടേ ഉള്ള പൂവും കൊണ്ട്? അവക്ക് എന്താ പൂ വെക്കാതെ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ലേ? നിനക്ക് പറ്റത്തില്ലേ? അമ്മയുടെ മോള് ഞാനാണോ അവളാണോ? ദണ്ട് ഈ കല്യാണത്തിന് പോകുമ്പോ ഒരിത്തിരി പൂ വേണമെന്ന് പറഞ്ഞാൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. സൗകര്യപ്പെട്ടൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. എന്തോ ഇത്? ഞാൻ നിന്നിരുത്ത് എന്തമ്മാ? പിന്നെ അവിടെ പിന്നെ ജമന്തിക്ക് പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവള് കിടന്ന് അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഓ വെള്ള കൊച്ചല്ലേ ബഹളം ഉണ്ടാക്കാൻ. അത്രേ ഉള്ള പ്രശ്നം. അത് കെട്ടിയവനെ കൊണ്ട് വാങ്ങിച്ചോണ്ട് കൊടുത്താ പോരാ. അവൻ എന്താ പണി? അയ്യോ, ഈ കല്യാണ സീസൺ ആയതുകൊണ്ട് അവൻ തിരക്കിയിട്ട് പൂ കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ 1 കിലോയ്ക്ക് 1000 രൂപയാണെന്ന് പൂവിന്. എത്ര? 1000. അതുകൊണ്ടല്ലേ 1000 രൂപയുടെ പൂവോ? അത് പിന്നെ ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ 1000 അല്ല 2000 ആയാലും മേടിച്ചോണ്ട് കൊടുക്കും. അതാണ്. പിന്നെ അവനെന്താണ് അതൊക്കെ മേടിക്കാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം? ഞാൻ കല്യാണത്തിന് വന്നില്ല. അയ്യോ എന്റെ പൊന്നെ, വേണ്ട വേണ്ട. അയ്യോ, അത് കാരണം അപ്പൊ ഇനി കല്യാണത്തിന് പോക്ക് മുടങ്ങണ്ട. നിങ്ങൾ സൗകര്യപ്പെട്ട ഇതിന് പോകുക, അല്ലെങ്കിൽ ഞാനൊക്കെ പോയാൽ പറഞ്ഞാൽ മതിയല്ലോ. എന്തോ പൊന്നെ, നാളെ ഈ തള്ളക്ക് ചോദിച്ചു വരാൻ എന്തിനാ ഇങ്ങനെ ഇരക്കാൻ പറഞ്ഞു വിടുന്ന തള്ളേ? അങ്ങനെ മേടിച്ചോണ്ട് കൊടുക്കണം ആണുങ്ങളെ പോലെ. നീ സ്പ്രേ അടിച്ചോ? ഇറങ്ങൂലായിരിക്കും. സ്പ്രേ അടിച്ചോ? ക്ലീറ്റ് അവിടെ നിന്ന് നിന്നേ. ഇവിടെ നിന്നേ. പൂ എവിടെ നിന്ന് കിട്ടി? പൂ എവിടെ നിന്ന് കിട്ടി? പൂക്കടേന്ന്. ക്ലീറ്റോ നല്ല മണമല്ലേ ഇത്? ക്ലീറ്റോ പൈസ കൊടുത്ത് മേടിച്ചോ? പിന്നെ പൈസ കൊടുക്കാതെ പിന്നെ എൻ്റെ അമ്മായിയപ്പനല്ലേ അവിടെ കടയിരിക്കുന്നത്. ക്ലീറ്റോ എന്താ എന്റെ മുഖത്ത് നോക്കാത്തെ? ക്ലീറ്റോ പറയുമ്പോ വിശ്വസിക്കാവുന്ന നുണയെ പറയാൻ പാടുള്ളൂ. 10 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ കാശില്ലാത്ത നിങ്ങൾ എങ്ങനെയാ 1000 രൂപയുടെ പൂ മേടിച്ചത്? തങ്കം, ഇതിപ്പോ ഞാൻ മേടിച്ചാണെന്ന് അറിഞ്ഞാ പോരെ? നിനക്കിത് വെച്ചാ പോരെ? ഇനി നിനക്ക് എനിക്ക് അങ്ങനെ വെച്ചാ പോരാ. എനിക്ക് എന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് എവിടെന്നാന്ന് അറിയണം. നിങ്ങൾക്ക് പറയാൻ മനസ്സിലെങ്കിൽ ഞാൻ വരുന്നില്ല. മാറങ്ങോട്ട്. ഒന്ന് മിണ്ടാ നിക്ക്, ഞാൻ പറയാം. അങ്ങനെ അങ്ങോട്ട് പറയാന്നാ. അതെ, ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവുണ്ടല്ലോ, അയാളുടെ 10ാം ചരമ വാർഷിക. അപ്പോൾ അതിനു വേണ്ടി ഫോട്ടോയിലിടാൻ കുറച്ച് പൂ മേടിച്ചു. ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂവിഞ്ഞെടുത്ത് നേതാവിന് ഇച്ചിരി പൂവിൻ്റെ ഇളവൊന്ന് കുറച്ചു. ചത്തയാളിനി പറയാൻ പോകണം അതിൽ എത്ര പൂ ഇടുന്നു. ബാക്കി ഇനി കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് പറഞ്ഞാ പോരാ, ആദ്യം നോണേ പറയുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചതോട് ഒരു ഗമയായിക്കോട്ടെ എന്ന് വെച്ചു. സ്പ്രേ അടിച്ചോ? വേഗം വാ. ഞാൻ ഇച്ചിരി പൗഡർ ഇട്ടോട്ടെ. എല്ലാരും ഒരുങ്ങിയാവോ? വണ്ടി വന്നില്ലയോ? ഓ, ഇനി ആ കാലിൽ കയറി അങ്ങ് പൊങ്ങച്ചം കാണിക്കാഞ്ഞിട്ടാ. നിങ്ങക്ക് പോയ പ്ലെയിൻ വരും. നീ വരുന്നല്ലോ, വരണടി. പെണ്ണല്ലേ ഇത്രയും പാടും. ഞാൻ വന്നില്ല. എന്തെന്നാണ് അവിടെ പോവാനിറങ്ങാൻ സമയത്ത് ഫോണില്ലെങ്കിലും വർത്താനം പറഞ്ഞു. പോണില്ല. എന്താ പോണ്ട സമയം? എവിടെ പോയിട്ടാണ് നീ മുല്ലപ്പൂ വാങ്ങിച്ചത്? മുല്ലപ്പൂ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് കല്യാണത്തിന് വരില്ല. ഇത് നാഗമാണിക്കൊന്നുമല്ലല്ലോ കിട്ടാതിരിക്കാൻ, അന്വേഷിച്ചാൽ കിട്ടും. അമ്മ അവളെ ഇങ്ങോട്ട് വിളിക്ക് പോവണ്ടേ? ഇവിടെ മുല്ലപ്പൂ ഇല്ലാത്തോണ്ട് കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് കയറി കഥ അടച്ചിരിപ്പുണ്ട് അവിടെ. കനക, ഇത് നിന്റെ കയ്യിലിരിപ്പിന്റെ ആയിട്ട് അവളുടെ ഈ അഹങ്കാരം തീർക്കാൻ നിനക്ക് കഴിവില്ലഞ്ഞിട്ടല്ലോ ആണോ? എടി ഞാൻ എന്ത് ചെയ്യാനാണെന്ന്? നല്ല നാല് പെട കൊടുക്കണോടാ അങ്ങോട്ട്. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അളിയാ, പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തവൻ പുരുഷന്. നീ കാര്യം അറിയാതെ സംസാരിക്കില്ലട്ടാ. ഇപ്പൊ നമ്മളായി കുറ്റക്കാര്. നിങ്ങൾ പറഞ്ഞേ പറഞ്ഞോ, നമുക്ക് അതെങ്ങനെ ശരിയാവും? ഇത് ചുമ്മാ നമ്മൾ വരട്ടാൻ വേണ്ടി കാണിക്കുന്നില്ലയോ? നിങ്ങൾ നോക്കിക്കോ, അവൾ ഇപ്പൊ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വരും. വരും ഇല്ല അങ്ങനെ ഒരു സുന്ദരി വരുന്നു മുതല്. കണ്ട, നീ എന്തിനൊരുക്കി പുറപ്പെട്ടാണി? എന്തിനാ പുറപ്പെട്ടാണ്? അടിച്ച് തന്നെ ചെവിക്കെല്ലാം പൊട്ടിക്കോളൂ കേട്ടോ. അടിക്കളി അങ്ങോട്ട്. നീ എന്താണ് മാനം കെടുത്താൻ വേണ്ടിട്ടാണോ? അവള് ധിക്കാരം കണ്ടില്ലയോ? നീ ഒരാണാണോടെ? എന്റെ പൊന്നെ, ആദ്യം ഈ കല്യാണം ഒന്ന് മാറ്റി വെച്ച് തന്നാ മതിയായിരുന്നു. ഇതിന് മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ നിന്റെ ആകാശം ഇടിഞ്ഞ് താഴെ കൊണ്ട് വീഴോ? നിങ്ങളൊക്കെ മുല്ലപ്പൂ വെച്ചല്ലോ. നിനക്ക് മുല്ലപ്പൂ വായിക്കാന്ന് പറഞ്ഞില്ലേ? പൊട്ടിക്കളി അവളെ കുടുംബം കളിക്കപ്പോ നിനക്ക് സമാധാനമായല്ലോ. അവന്റെ ഒരു മുഞ്ഞാപ്പൂ. അമ്മാവൻ അമ്മാവ റെഡിയായി നിൽക്കുവാ. എപ്പാ പോയോ? ഇല്ല ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുക. ശരി സന്തോഷമായി. കല്യാണം മുടങ്ങി. അയ്യോ, അതന്നെ നല്ലത്. സമാധാനായാലും 200 പവന് കൊടുക്കാന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി. ദൈവമേ, ഒളിച്ചോടിപ്പോയാ? അയ്യോ, എന്റെ വിധി തന്നെയായിരിക്കും അവക്കും. അതെങ്ങനെയാണ് നിന്റെ വിധിയാവണത്? അവള് പോയതേ അന്തസ്സായിട്ട് 200 പവനും കൊണ്ടാ പോയേക്കണത്. പോണെങ്കിൽ അങ്ങനെ തന്നെ പോണം.